നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതേ ടേസ്റ്റിലാണ് കേട്ടോ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ ചേരുവകൾ മിസ്സാവാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോയാബീൻ ഉലർത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് സവാള, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കറിവേപ്പില. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 തക്കാളി, ഇഞ്ചി, 2 പച്ചമുളക്. ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളകും പൊടി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കണേ. അതിലേക്ക് ചിക്കൻ മസാല 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്, കടുക്, കറിവേപ്പില. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ അടിച്ചെടുത്തതാണ്. ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായി കുറുകി വരണം. അത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മുട്ടക്കറി. അപ്പോൾ നമുക്കതിലേക്ക് മുട്ട ചേർത്തോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.